بسم الله الرحمن الرحيم. إلى حضرة النبي المصطفى والرسول المجتبى والحبيب المقتفى سيدنا مولانا محمد صلى الله عليه وسلم، وإلى حضرة شيخنا ومربينا وقدوتنا وملاذنا الشيخ محمد بن الشيخ محمد القادري الجشتي الجيلي جاديري قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുള്ള എല്ലാ പോരായ്മകളും പരിഹരിച്ച് നമ്മളെ കബൂലാക്കപ്പെട്ടവരുടെ കൂട്ടത്തിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനരായ ഗൗസുൽ ആലം മുഹീദ്ദീൻ ശൈഖ് തങ്ങളുപ്പാപ്പാന്റെ വഴിയിലായി, നമ്മളുടെ ശൈഖ് തങ്ങളുപ്പാപ്പാന്റെ ഖദമിലായി കലിമത്തു തൗഹീദിന്റെ ഖാദിരിയ ത്വരീഖത്തിന്റെ വഴിയിൽ അടിയുറച്ച് അന്ത്യദിനം വരെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധമായ റമദാൻ വിട പറയാനിരിക്കുന്ന ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന ഒരു വേളയിൽ ലൈലത്തുൽ ഖദറിന്റെ രാവുകളെയും അതിന്റെ മഹത്വങ്ങളെക്കുറിച്ചുമൊക്കെ പല ഘട്ടങ്ങളിലായി നമ്മൾ പറഞ്ഞതുകൊണ്ട് മഹാനരായ ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഇബ്നു അതാഉല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഹിക്മത്തിന്റെ ശറഅ് വിശദീകരിക്കുന്ന ഗ്രന്ഥം, അതിലുള്ള ഏതാനും ഭാഗങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. അൽ ഇൽമുൻ നാഫിഉ, ഇൽമ് ഉപകാരപ്പെടുന്നത് എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ച് ഇബ്നു അതാഉല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഹിക്മത്ത് ഇപ്രകാരമാണ്: അൽ ഇൽമുൻ നാഫിഉ, ഉപകാരപ്പെടുന്ന അറിവ്, ഹുവല്ലദി യംബസിതു ഫിസ്സദ്രി ശുആഉഹു, നെഞ്ചിൽ പ്രകാശകിരണം ഉദിക്കുന്ന ഇൽമാണ് യഥാർത്ഥത്തിൽ നാഫിആയ ഇൽമ് എന്ന് പറയുന്നത്. അതിൻ്റെ കിരണങ്ങൾ, വെളിച്ചം നെഞ്ചിൽ ഉദിച്ചിരിക്കണം. വയങ്കശിഫു ബിഹി അനിൽ ഖൽബി ഖിനാഉഹു, ഹൃദയത്തിന്റെ മറ ആ ഇൽമു വഴി തുറക്കുകയും വേണം. രണ്ട് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നാഫിആയ ഇൽമ് ആയി മാറുന്നത്. ഒന്ന്, നെഞ്ചകത്തിൽ അതിൻ്റെ പ്രതിഫലനമെന്നോളം ആ നാഫിആയ ഇൽമിന്റെ കിരണങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അതോടൊപ്പം ഹൃദയത്തിന്
തങ്ങി നിൽക്കുന്ന മറകൾ, ആ മറകൾ നീങ്ങിക്കിട്ടിക്കഴിഞ്ഞാൽ നാഫിയായ ഇൽമാകുന്നതാണ്. അൽ ഇൽമു നാഫിഉ, നാഫിയായ ഇൽമ എന്ന് പറയുന്നത് ഹുവ ഇൽമുൽ ഖുലൂബി, ഹൃദയത്തിന്റെ അറിവുകളാണ്. വമർജിഉഹു ഇലാ തസ്ഫിയത്തിൽ ഖുലൂബി മിനർ റദാഇലി വതഹ്ലിയതുഹാ ബിൽ ഫളാഇൽ, നന്മയാർന്ന ഗുണങ്ങളെ കൊണ്ട് സ്വഭാവം ശുദ്ധീകരിക്കുകയും സ്വഭാവത്തെ അലങ്കരിക്കുകയും ചെയ്യുന്ന ഹൃദയ ശുദ്ധീകരണത്തിലേക്കാണ്, ഹൃദയവുമായി ബന്ധപ്പെട്ട അറിവിലേക്കാണ് നാഫിആയ ഇൽമ് ചെന്നെത്തിച്ചേരുന്നത്. മഹാനായ ഇബ്നു അജീബ തങ്ങൾ പറയുന്നത്, ഔ തഖൂൽ, അല്ലെങ്കിൽ നീ പറഞ്ഞോ, മർജിഉഹു ഇല തഖ്ലിയത്തി വതഹ്ലിയത്തി, തഹ്ലിയത്തിന്റെയും തഖ്ലിയത്തിന്റെയും, തഖ്ലിയത്ത് പറഞ്ഞാൽ വേണ്ടാത്തരങ്ങളെയൊക്കെ ഒഴിവാക്കുകയും തഹ്ലിയത്ത് പറഞ്ഞാൽ വേണ്ടതിനെയൊക്കെ ഉൾക്കൊള്ളുകയും അണിയുകയും ചെയ്യുന്നതിനാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നാഫിയായ ഇൽമിലൂടെ കിട്ടുന്നത്. ഫയുബ്ഹസു അവ്വലൻ അൻ ഉയൂബിൻ നഫ്സി, ആദ്യമായി അന്വേഷിക്കപ്പെടുന്നത് തന്റേതായ പോരായ്മകളെ കുറിച്ചാണ്. വഉയൂബിൽ ഖൽബി, ഹൃദയത്തിന്റെ പോരായ്മകളെ കുറിച്ച്. വഉയൂബിർ റൂഹി, ആത്മാവിന്റെ പോരായ്മകളെ കുറിച്ച്. വഉയൂബിസ് സിർരി, സിറിന്റെ പോരായ്മകളെ കുറിച്ച്, രഹസ്യത്തിന്റെ പോരായ്മകളെ കുറിച്ച്. ഫയുതഹിറു കുല്ല വാഹിദിൻ മിൻ ഉയൂബിഹി, എല്ലാ ന്യൂനതകളെയും ഓരോന്നിനെയും ശുദ്ധീകരിച്ചു. ഫൈദാ തതഹറ മിനൽ ജമീഇ, അങ്ങനെ എല്ലാത്തിൽ നിന്നും ശുദ്ധീകരണം നേടിക്കഴിഞ്ഞാൽ തഹല്ലാ ബിസിഫാത്തിൽ കമാലി, സമ്പൂർണതയുടെ ഗുണങ്ങളെ അവൻ ആഭരണമാക്കും. കല്ലീമാനി, ഈമാന് വിശ്വാസം പോലെ. വൽയഖാനി, യഖീന് ഉറപ്പ് പോലെ, ഉറച്ച വിശ്വാസം. വത്തുമഅനീനതി, ശാന്തത. വൽ മുറാഖബത്തി, നിരീക്ഷണം. ഏത് സമയവും റബ്ബ് സുബ്ഹാനഹു വ തആലയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബോധം. വൽ മുഷാഹദ, പിന്നെ റബ്ബിനെ, അതിൻ്റെ ദലായിലുകളെ, ആയാത്തുകളെ, അതിൻ്റെ മലാഹിറുകളെ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് മടങ്ങുന്നു. വതഹല്ല അയ്ളൻ ബിൽ ഹിൽമി, സഹനവും, വറഅഫത്തി, കാരുണ്യവും, വസ്സഹായി, ധർമ്മവും, വൽ കറമി, മാന്യതയും, വൽ ഈസാരി, മറ്റുള്ളവരെ തെരഞ്ഞെടുക്കുകയും, വസായിരിൽ അഖ്ലാഖിൽ ഹസന, മറ്റുള്ള നന്മയുടെ എല്ലാ ഗുണങ്ങളെ, ഇങ്ങനെ നന്മയുടെ ഗുണങ്ങളെ എടുത്തണിയുകയും മോശമായ എല്ലാ ന്യൂനതകളെയും പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലേക്ക് ആയിത്തീരുന്ന അവസ്ഥയിലാണ് നാഫിയായ ഇൽമ് എന്ന് പറയുന്നത്. ഫശുആഉൽ ഇൽമി അല്ലദീ യംബസിതു ഫിസ്സദ്രി, ഹൃദയത്തിൽ ഉദിക്കുന്ന അറിവിന്റെ കിരണങ്ങൾ. വസൽജുൽ യഖീൻ, യഖീനിന്റെ ഒരു ആസ്വാദനമാകുന്നു, ഒരു തണുപ്പാണ്. വബർദുർ റിളാ വത്തസ്ലീം, തൃപ്തിപ്പെടുകയും കീഴ്വണങ്ങുകയും ചെയ്യുന്നതിൻ്റെ ഒരു ആസ്വാദനമാണ്. വഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യമാണ്. വമവാജീദുൽ ഇർഫാൻ, അറിവിൻ്റെതായ നേട്ടങ്ങളാകുന്നു. വയൻഷൗ അൻ ദാലിക, അതിലൂടെ ഉണ്ടായിത്തീരുന്നത് ഹൃദയത്തിൽ നാഫിയായ ഇൽമു ഉണ്ടാവുകയും
അതിൽ നെഞ്ചിൽ പ്രകാശമായി, യഖീനായി, പൊരുത്തമായി, അല്ലാഹുവിന് വഴിപ്പെടലായി, ഈമാനിന്റെ മാധുര്യമായി, മഅരിഫത്തിന്റെ സമ്പാദ്യങ്ങളായി അത് രൂപപ്പെട്ടു വരുമ്പോ അതിലൂടെ ഉണ്ടായിത്തീരും മഖാഫത്തുല്ലാഹി വഹൈബത്ത്, അല്ലാഹുവിനോടുള്ള പേടിയും ഗാംഭീര്യവും, തെറ്റ് ചെയ്യുമ്പോഴുള്ള ലജ്ജയും, വസ്സുകൂനു വത്തുമഅനീനത്തു അടക്കവും ശാന്തതയും, വഗൈരി ദാലിക മിമ്മാ തഖദ്ദമ മിനൽ അഖ്ലാഖിൽ ഹസന. അത്തരത്തില് നമ്മൾ മേൽ പറഞ്ഞ നല്ല ഗുണങ്ങളെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് നാഫിആയ ഇൽമിലൂടെ മാത്രമാണ്. വൽഖിനാഉ അല്ലദീ യൻകശിഫു ബിഹി അനിൽ ഖൽബി ഹുവൽ ഗഫ്ലത്തു. ഹൃദയത്തിന്റെ മറയിടുന്ന മൂടി അത് അശ്രദ്ധയാകുന്നു. വസബബുൽ ഗഫ്ലത്തി, അശ്രദ്ധയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഹുവൽ റിളാ അനിൻ നഫ്സി, തന്നെ സ്വന്തത്തെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു വ്യഗ്രത. തന്നെ തൃപ്തിപ്പെടുത്താൻ ഓരോരുത്തരും അവനവന്റെ നഫ്സിന്റെ സുഖത്തെ, അതിന്റെ തൃപ്തിയെ ആഗ്രഹിച്ച് നിൽക്കുമ്പോഴാണ് അവനിൽ ഗഫ്ലത്ത് ഉണ്ടാകുന്നത്. വസബബുർ റിളാ അനിൻ നഫ്സി, സ്വന്തം ശരീരത്തോടുള്ള പൊരുത്തവും താല്പര്യവും കൂടുന്നത്, അതിനുള്ള കാരണം ഹുവ ഹുബ്ബുദ് ദുനിയ അല്ലദീ ഹുവ അസ്ലു കുല്ലി ഖതീഅത്തിൻ. എല്ലാ തിന്മയുടെയും മുരടായി നിൽക്കുന്ന ദുനിയാവിനോടുള്ള പ്രേമമാണ് നഫ്സിനെ പ്രേമിക്കാൻ, അല്ലെങ്കിൽ അതിനോട് സമരസപ്പെട്ട് നിൽക്കാൻ കാരണമാകുന്നത്. ഫമിൻ ഹുബ്ബി ദുനിയ, ദുനിയാവിനോടുള്ള പ്രേമത്തിലൂടെ യൻഷഉൽ ഹസദു വൽ കിബ്റു, അസൂയയും അഹങ്കാരവും, വൽ ഹിഖ്ദു, കുടിപ്പകയും, വൽ ഗളബു, ദേഷ്യവും, വശുഹു, പിടിച്ചുവെക്കലും, വൽ ബുഖ്ലു, പിശുക്കും, വഹബ്ബു റിയാസത്തി, നേതൃത്വത്തോടുള്ള താല്പര്യവും, വൽ ഖസാവത്ത്, ഹൃദയകാഠിന്യവും, വൽ ഫലാലത്ത്, അതുപോലെ തന്നെ പരുഷമായ പെരുമാറ്റവും, വൽ ഖൽഖ്, അതുപോലെ മനസ്സിന്റെ പിടിമുറുക്കവും, വഗൈരി ദാലിക മിനൽ ഉയൂബി, ഒരുപാട് തരം ന്യൂനതകൾ അതിലൂടെ രൂപപ്പെട്ടു വരുന്നു. അതിൻ്റെയൊക്കെ ആദ്യമായിട്ടുള്ള കാരണമായി നിലകൊള്ളുന്നത് അത് ഗഫ്ലത്താകുന്നു. ഗഫ്ലത്തിന് കാരണമാകുന്നത് നഫ്സിനോടുള്ള താല്പര്യം. നഫ്സിനോടുള്ള താല്പര്യത്തിന് കാരണമാകുന്നത് ദുനിയാവിനോടുള്ള പ്രേമം. അങ്ങനെ ദുനിയാവിനോടുള്ള പ്രേമം മൂലം ഉണ്ടായിത്തീരുന്ന ഹസദും കിബ്റും, ദേഷ്യവും, മറ്റുള്ള ദുർഗുണങ്ങളെയൊക്കെ അവനിൽ ഉണ്ടാക്കിത്തീർക്കുന്നു. ഫൈദങ്കശഫ ഹാദിഹിൽ ഉമൂറു അനിൽ ഖൽബി, ഈ മറ, ഈ പറയപ്പെട്ട മറകൾ, ഹൃദയത്തിന്റെ മറയായി നിൽക്കാൻ കാരണമാകുന്ന നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങള്, ആ മറയങ്ങ് നീങ്ങിക്കഴിഞ്ഞാൽ ഇംബസത ഫീഹി ശുആഉൽ ഇൽമി, അറിവിന്റെ കിരണങ്ങൾ അതിൽ ഉദിച്ചുയരുന്നതാണ്. അങ്ങനെ അറിവിന്റെ കിരണങ്ങൾ ഉദിച്ചുയരുമ്പോ അതിന്റെ ഫലമായിട്ട് യഖീനിന്റെ ഒരു തണുപ്പ് അവനിൽ അനുഭവപ്പെടും. റിളയുടെ തണുപ്പും അനുഭവപ്പെടും. നേരത്തെ പറഞ്ഞതാണ്, ലിഅന്നൽ ഇൽമ ബില്ലാഹി നൂറുൻ ഫിൽ ഖൽബി, അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള അറിവാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിന്റെ പ്രകാശമായി നിലകൊള്ളുന്നത്. അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള ഹൃദയത്തിലെ അറിവിന്റെ പ്രകാശം യംബഇസു മിൻഹു ശുആഉൻ, അത് കിരണങ്ങളായി പൊട്ടിപ്പുറപ്പെടുന്നു. യംബസിതു ഫിസ്സദ്രി, ഹൃദയത്തിൽ അത് ഉദിച്ച്,
ഫയക്സിബുഹു, അതുമൂലം അവനിൽ അസ്സുഹുദു ഫിദ്ദുനിയ, ദുനിയാവിനോടുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഫൈദാ സഹദ ഫിദ്ദുനിയ ഇത്തസഅ സദ്റുഹു ബിൽ യഖീനി വൽറിളാ വത്തസ്ലീം. അങ്ങനെ ദുനിയാവിനോടുള്ള താല്പര്യം കുറഞ്ഞ് സുഹുദിന്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോ അവന്റെ ഹൃദയം യഖീനാകുന്ന ഇൽമുൽ യഖീനിലേക്ക് എത്തുകയും വൽറിളാ, അല്ലാഹുവിന്റെ വിധികളെ പൊരുത്തപ്പെട്ട് എല്ലാ നല്ലതും മോശവുമായ അവസ്ഥയോട് സമരസപ്പെട്ട് വത്തസ്ലീം, സകല അവസ്ഥകളിലും അല്ലാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ടുള്ള ഗുണങ്ങളിലേക്ക് അവൻ എത്തിച്ചേരും. അതിന് കാരണമാകുന്നത് അല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള അവന്റെ ഹൃദയത്തിലെ വെളിച്ചമാകുന്നു, അറിവാകുന്ന വെളിച്ചം. അതാണ് അവനെ ഇങ്ങനെ പരിപക്വപ്പെടുത്തിയെടുക്കുന്നത്. ഫകശഫൽ ഖിനാ, ഫകശ്ഫുൽ ഖിനാഇ മുഖദ്ദമുൻ അലാ ബസ്തി ശുആ. ഈ മറകളെ നീക്കുക എന്നുള്ളതാണ് വെളിച്ചം കിട്ടാൻ മുന്നോടിയായിട്ട് വേണ്ട കാര്യം. ഫലൗ ഖദ്ദമഹു ലകാന ഔലാ, അതിനെ മുൻകൊള്ളിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ലിഅന്ന തഖ്ലിയത മുഖദ്ദിമത്തുൻ അല തഹ്ലിയതി, ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് എടുത്തണിയുന്നതിനേക്കാൾ ആദ്യമായി ചെയ്യേണ്ടത് ഒഴിവാക്കുന്നത് ഒഴിവാക്കലാണ്. മോശമായ സ്വഭാവങ്ങളെ ഒഴിവാക്കി അങ്ങനെ അവനിൽ രൂപപ്പെട്ടു വരുന്ന രണ്ടാമത്തെ കാര്യമാണ് നല്ലതിലേക്കുള്ള അവന്റെ ആഗ്രഹവും തേട്ടവും സ്വഭാവ രൂപീകരണവും. ഫലൗ ഖാലഹു അല്ലദീ യൻകശിഫു അനിൽ ഖൽബി ഖിനാഉഹു വയംബസിതു ഫിസ്സദ്രി ലകാന അഹ്സൻ. അതുമൂലമാണ് നല്ല സ്വഭാവ ഗുണങ്ങള് അല്ലെങ്കിൽ ഹൃദയത്തിൽ നാഫിയായ ഇൽമ രൂപപ്പെടുന്നതിലൂടെയാണ് അവന്റെ മറകൾ നീങ്ങുന്നത് എന്ന് പറഞ്ഞാലും സത്യത്തിൽ ആദ്യമായി ചെയ്യേണ്ടത് ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുക എന്നുള്ള പ്രവൃത്തിയാണ്. വയഹ്തമിലു അൻ യുരീദ ബിഇംബാസിൽ അശ്ശുആഇ ഫിസ്സദ്രി നൂറുൽ ഇസ്ലാം. ഇസ്ലാമാകുന്ന നൂറ്, ഈമാനാകുന്ന നൂറ്, ആ നൂറ് അവനിൽ രൂപപ്പെട്ടു വരും. അത് അൻവാറു തവജ്ജുഹി, മുന്നിടുന്നതിന്റെ പ്രകാശങ്ങളാണ്. അല്ലാഹുവിലേക്ക് മശായിഖന്മാരിലേക്ക് മുന്നിടുന്ന അതുവഴിയുള്ള പ്രകാശകിരണങ്ങളാണ്. വബികശ്ഫിൽ ഖിനാഇ അനിൽ ഖൽബി, അങ്ങനെ അവന്റെ ഹൃദയത്തിന്റെ മറകൾ തുറക്കപ്പെട്ടു കഴിഞ്ഞാൽ, നീങ്ങിക്കഴിഞ്ഞാൽ അവിടെ അവന്റെ എല്ലാ ഇരുളുകളും നീങ്ങുകയും റബ്ബിലേക്ക് മുന്നിടാനുള്ള, ആരാധനകൾ ചെയ്യാനുള്ള, ദിക്ർ ചെയ്യാനുള്ള നൂറുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അത് ഇഹ്സാനിന്റെയും ഇർഫാനിന്റെയും നേട്ടങ്ങളാകുന്നു. ചുരുക്കത്തിൽ നാഫിയായ ഇൽമ് എന്ന് പറയുന്നത് അത് ഹൃദയവുമായി ബന്ധിച്ച അറിവാണ്. ഹൃദയത്തിന്റെ അശ്രദ്ധയെ നീക്കുക എന്നുള്ളതാണ്. ഹൃദയത്തിന്റെ അശ്രദ്ധയെ നീക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഗുരുവിനെ പിടിച്ച് അവരിലൂടെ ദിക്ർ വാങ്ങി ആ ദിക്റിലൂടെ അശ്രദ്ധയെ പാടെ നീക്കി അങ്ങനെ ഇഹ്സാനിന്റെ ബോധത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഖൈറു ഇൽമിൻ മാ കാനത്തിൽ ഖശിയതു മഅഹു, ഇൽമിന്റെ കൂട്ടത്തിൽ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള അറിവ് ഭയം കൂടെയുണ്ടാകുന്ന ഒരവസ്ഥയിൽ ഇൽമുണ്ടാവലാണ്.
ഫൈലം തകുൻ ഖശിയത്തുൻ ഫലാ ഖൈറ ഫീഹി, ഭയപ്പാടില്ല, ഒന്നിനോടും പ്രത്യേകമായ ഒരു പേടിയോ ഭക്തിയോ തോന്നുന്നില്ല എങ്കിൽ ലിഅന്നഹു ഹുജ്ജത്തുൻ അലാ സാഹിബിഹി, ആ ഇൽമ് ആ വ്യക്തിക്ക് എതിരായി മാറുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽ ഇൽമു ഇൻ ഖാറനതുൽ ഖശിയത്തു ഫലക വഇല്ലാ ഫഅലൈക, മഹാനരായ ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി പറഞ്ഞ വാക്കാണ്. ഇൽമിന്റെ കൂടെ ഭയം കലർന്നുണ്ട് എങ്കിൽ അത് നിനക്ക് അനുഗുണമായിട്ട് കിട്ടുന്ന ഇൽമാണ്. വയില്ല, അങ്ങനെ ഇൽമിന്റെ കൂടെ റബ്ബിനോടുള്ള ഭയഭക്തിയും ആദരവും ബഹുമാനവും നിനക്ക് കിട്ടുന്നില്ല എങ്കിൽ ആ ഇൽമ് നിനക്ക് തന്നെ നാശമായി ഭവിക്കുന്നതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഖാല ശൈഖ് അബുൽ ഹസൻ അശ്ശാദിലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇതേ വചനം തന്നെയാണ്, ഇതേ ആശയം തന്നെയാണ്. അൽ ഇൽമു കദ്ദനാനീരി വദ്ദറാഹിമി, ഇൽമ് ദീനാർ ദിർഹമുകളെ പോലെയാണ്. ഇൻഷാ അല്ലാഹു നഫഅക ബിഹാ വ ഇൻഷാ ലറക ബിഹാ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് കാരണം, ആ ഇൽമ് കാരണം നിനക്ക് ഉപകാരമുണ്ടാകും, ഇല്ല എങ്കിൽ അത് നിനക്ക് ഉപദ്രവമായി മാറും. പണം എപ്രകാരമാണോ അപ്രകാരം തന്നെ. പണം നിനക്ക് ഉപകാരപ്പെടുന്നതാകുമ്പോ അവസ്ഥയുമുണ്ട്, അത് നിനക്കൊരു ഉപദ്രവമാകുന്ന അവസ്ഥയുമുണ്ട് എന്നതുപോലെ തന്നെ. മഹാനരായ ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തുടരുന്നു, മതാ അലമക അദമു ഇഖ്ബാലിൻ നാസി അലൈക ഔ തവജ്ജുഹുഹും ബിദ്ദമ്മി ഇലൈക ഫർജി ഇലാ ഇൽമില്ലാഹി ഫീക. ജനങ്ങൾ നിന്നിലേക്ക് മുന്നിടുന്നില്ല എന്നുള്ളത്, ജനങ്ങളുടെ സ്വീകാര്യത കിട്ടുന്നില്ല എന്നുള്ളത് നിന്നെ വേദനിപ്പിക്കുമ്പോ, അതല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് നിന്നെ വേദനിപ്പിക്കുന്നുവെങ്കിൽ ഫർജി ഇലാ ഇൽമില്ലാഹി ഫീക, അല്ലാഹുവിന്റെ അറിവിലേക്ക് നീ മടങ്ങണം. എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ ചെല്ലണം. ഫഇൻ കാന ലാ യഖ്നഉക ഇൽമുഹു, റബ്ബിന്റെ അറിവ് നിന്നെ സംതൃപ്തമാക്കുന്നില്ല എങ്കിൽ, എല്ലാം റബ്ബ് അറിയുന്നുണ്ടല്ലോ എന്നുള്ള നിന്റെ അറിവ് നിന്നെ സംതൃപ്തമാക്കുന്നില്ലെങ്കിൽ ഫമുസീബതുക ബിഅദമി ഖിനാഅതിക ബിഇൽമിഹി അശദ്ദു മിൻ മുസീബതിക ബിൽ വുജൂദിൽ ലദാ മിൻഹും. ജനങ്ങളിൽ നിന്ന് നീ നേരിടുന്ന വലിയ വലിയ പ്രയാസങ്ങളുടെ മുസീബത്ത്, ആ മുസീബത്തിനേക്കാൾ ഏറ്റവും വലിയ അപകടകരമായ ഒരു മുസീബത്താണ് റബ്ബെല്ലാം അറിയുന്നവനാണ് എന്ന ബോധത്തിൽ നിനക്ക് നിൽക്കാൻ കഴിയാതെയുള്ള നിന്റെ മുസീബത്ത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇദാ സല്ലത്തല്ലാഹു അലൈക, അല്ലാഹു സുബ്ഹാനഹു വ തആല, അതിന് ഒരുപാട് വിശദീകരണമുണ്ട്. ആ വിശദീകരണം പൂർണ്ണമായി നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ലെങ്കിലും നമുക്ക് വരുന്ന മുസീബത്ത് നമുക്ക് ഗുണമുള്ളതാക്കി മാറ്റണം. റബ്ബിന്റെ എല്ലാ മശായിഖന്മാരുടെ അറിവിലും റബ്ബിന്റെ അറിവിലുമാണ് എന്ന ബോധത്തിലേക്ക് നമ്മളുടെ അവസ്ഥകൾ ചെന്നു ചേരുന്നില്ല എങ്കിൽ ആ ചെന്നു ചേരാതിരിക്കുന്നതാണ് നമ്മിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ മുസീബത്ത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിലുള്ള ഒരു പൊരുത്തം, ആരെന്ത് പറഞ്ഞാലും
ഏതേത് അവസ്ഥയിലും ഒരേ നിലയിൽ നിലനിൽക്കൊള്ളാൻ കലിമത്ത് തൗഹീദിന്റെ ആ ഋജുവായ വഴിയിൽ ആ ബോധത്തിൽ നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം. സൃഷ്ടികളിൽ നിന്നുള്ള നിനക്ക് നേരിടുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ നിന്നെ പരീക്ഷിക്കാനാണ്. എന്താണ് പരീക്ഷിക്കുന്നത്? ഹൽ അൻത ഗനിയ്യും ബിഹി ഔ ബിഖൽഖിഹി, റബ്ബിലാണോ നീ തൃപ്തിപ്പെട്ട് നിൽക്കുന്നത്, അതല്ല സൃഷ്ടിയിലാണോ എന്നുള്ള പരിശോധനയാണ് അവിടെ നടക്കുന്നത്. അവരിൽ നിന്ന് നിനക്ക് ആക്ഷേപങ്ങൾ ഏൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഫർജി ഇലാ ഇൽമില്ലാഹി ഫീക വഇത്തിലാഇഹി അലൈക, റബ്ബിന്റെ അറിവിനെ കുറിച്ച്, റബ്ബിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നുണ്ട്, തന്റേതായ അവസ്ഥകൾ വന്നു ചേരുന്ന സകലതും റബ്ബ് അറിയുന്നുണ്ട് എന്ന ഇൽമ, ആ ഇൽമിലേക്ക് നമ്മൾ ചേക്കേറണം. ഇതിലാ യഖ്ഫാ അലൈഹി ശൈഉം മിൻ അംരിക, നിന്റെ കാര്യത്തിൽ നിന്ന് ഒന്നും അവിടെ അവ്യക്തമാവാത്ത വിധം തുറക്കപ്പെട്ട ഒരു പുസ്തകം പോലെ മുന്നിൽ നിൽക്കുകയാണ് നീ. അപ്പൊ ആരാക്ഷേപിച്ചാൽ എന്താ എന്ന ഒരു ആ അറിവ്, ഗുരുവിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർ ഗുരുവിനെയാണ് ആ രീതിയിൽ കാണേണ്ടത്. ഫൈൻ കഫാക ദാലിക, നിന്നെ ആ അറിവ് നിന്നെ സംതൃപ്തിപ്പെടുത്തിയെങ്കിൽ വഖനിഅത ബിഹി വഅനസ്ത ബിദിക്രിഹി ഔ ശുഹൂദിഹി വഅനസ്ത ബിദിക്രിഹി ഔ ശുഹൂദിഹി, അത് നിന്നെ ആ ഓർമ്മ, അള്ളാഹുവിനെ കുറിച്ച് അല്ലെങ്കിൽ മശായിഖന്മാരെ കുറിച്ചിട്ടുള്ള കാഴ്ചയും ഓർമ്മയും സകലതും നമ്മെ മറപ്പിച്ചു കളഞ്ഞാൽ, നമുക്ക് വരുന്ന എല്ലാവിധ മുസീബത്ത് ബലാഗുകളും നമ്മളെ മറപ്പിച്ചു കഴിഞ്ഞാൽ, ഇസ്തവാ അൻക ദമ്മുഹും വമദ്ഹുഹും, നിന്നിൽ ആക്ഷേപങ്ങളും അതുപോലെ നിന്നെ പുകഴ്ത്തിയാലും ആളുകൾ നിന്നെ സ്വീകരിച്ചാലും നിന്നെ തള്ളിക്കളഞ്ഞാലും ഒക്കെ ഒരേ അവസ്ഥയിൽ നിനക്ക് നിലകൊള്ളാൻ കഴിയുന്നതാണ്. ഗുരുവഴി സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു അറിവ് നമ്മിൽ വന്നു ചേരുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം. അദൃശ്യനായി നിൽക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ് എന്ന ബോധം നമ്മിൽ ഉണ്ടാക്കി തീർക്കണമെങ്കിൽ ഗുരുവിന്റെ മുഖാന്തിരം മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. തന്റെ ഗുരു എല്ലാ നിലക്കും ഉയർന്ന് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളെ കൽഭകം എന്നോവർ, നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിലുള്ള സകലമാന കാര്യങ്ങളും ഗുരു അറിയുന്നുണ്ട് എന്ന ബോധം, ആ ബോധത്തിൽ എല്ലാ സമയത്തും നമുക്ക് നിലയുറപ്പിക്കാൻ കഴിഞ്ഞാൽ, പ്രതിസന്ധികൾ വന്നാലും സന്തോഷങ്ങൾ വന്നാലും അതിന്റെ അറിവ് അവിടെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കണം. ആ അറിവ് ഗുരുവിൽ നിന്ന് നേടിയെടുക്കേണ്ട, അനുഭവിച്ചറിയേണ്ട ഒരു വസ്തുതയാണ്. അങ്ങനെയാകുമ്പോ പ്രയാസങ്ങളൊക്കെ ലഘൂകരിക്കപ്പെടും. പ്രയാസങ്ങളുടെ സമയത്ത് ശാന്തമായ മനസ്സുമായി നമ്മൾക്ക് നിലകൊള്ളാൻ കഴിയും. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നാഫിയായ ഇൽമു വേണം, അവന് മുത്മഇന്നായ ഒരു മനസ്സ് വേണം. ഇതിനൊക്കെ കാരണമാകുന്നത് നാഫിയായ ഇൽമ് എന്ന് പറയുന്നത് തന്നെ ഹൃദയവുമായി ബന്ധപ്പെട്ട അറിവാണ്. ഹൃദയത്തിന്റെ വിചാരങ്ങളെ നിയന്ത്രിക്കാനും അതിലേക്ക് നല്ല വിചാരങ്ങളെ കൊണ്ടുവരാനും അതിൽ അള്ളാഹുവിനെയും റസൂലിനെയും കുറിച്ചിട്ടുള്ള അറിവ് ഉണ്ടാക്കി തീർക്കാനും ഒക്കെ സാധിക്കണമെങ്കിൽ
ഗുരുമുഖാന്തരം ദിക്ർ വഴി ഇഹ്സാനിന്റെ ബോധത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ ദിക്റുകളെ നമ്മൾ അനുഷ്ഠിക്കുകയും മുറാഖബയിലൂടെ നമ്മൾ ശൈഖിനെ കണ്ടുകൊണ്ട് അദൃശ്യമായി അറിയുന്നു എന്ന ബോധത്തിൽ മുറാഖബയിൽ നിന്ന് മുശാഹദയിലേക്ക് എത്തിച്ചേർന്ന് ആ ഒരു അറിവിൽ നമ്മൾ സന്തോഷത്തോടെ പുഞ്ചിരിയോടെ എല്ലാ സമയത്തും നിലകൊള്ളുന്ന ഒരു അവസരത്തിലേക്ക് നമ്മൾ മാറി നീങ്ങി ആ അവസരം നമ്മളിൽ, ആ അവസ്ഥ നമ്മിൽ വന്നു ചേർന്ന് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നമ്മൾക്ക് നമ്മളുടെ വഴി പ്രാപിച്ചതുകൊണ്ടുള്ള ലക്ഷ്യം നമ്മൾ ഒരു ചെറിയ രീതിയിൽ നേടിയെടുത്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ തരത്തിൽ നമ്മളുടെ ദിക്റുകളും മുറാഖബകളും ആയി മാറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കലിമത്തു തൗഹീദിന്റെ കാമിലായ ദിക്റിന്റെ വഴിയിൽ ഇഹ്സാനിന്റെ ബോധത്തോടുകൂടെ നമ്മളുടെ ശൈഖ് തങ്ങളും പാപ്പാന്റെ എല്ലാവിധ തിരുനോട്ടങ്ങളെയും അറിഞ്ഞ് അനുഭവിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ അതിൽ ലയിച്ച് ജീവിക്കുന്ന മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ദൃശ്യവും അദൃശ്യവുമായി, ലാഹിറും ബാത്തിനുമായി നമ്മളുടെ ശൈഖ് തങ്ങളുമായി ഉള്ള ജീവിതത്തിൽ അദബുകേടുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അവിടുത്തെ കനിവ് കൊണ്ട് നമുക്ക് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടുത്തെ പൂർണ്ണമായ പൊരുത്തവും തിരുനോട്ടവും കിട്ടുന്ന മുരീദന്മാരുടെ കൂട്ടത്തിൽ നമ്മളേവരെയും അന്ത്യദിനം വരെ നിലയുറപ്പിച്ച് നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്.